പ്രസിദ്ധമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 42ാമത് ആനയൂട്ട് തുടരുകയാണ്. 15 പിടിയാനകളടക്കം 70ഓളം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. 70ഓളം ആനകളെ ആനയൂട്ടിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ചരിത്രം കുറിക്കുകയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ആനകളെ നിർത്തിയാണ് ആനയൂട്ട് നടക്കുന്നത്. ആനയൂട്ട് കാണാനും വടക്കുംനാഥനെ വണങ്ങാനുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആയുർവേദ വിധി പ്രകാരമുള്ള ശർക്കരയും നെയ്യും തേങ്ങയും കരിമ്പും അരിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കപ്പെട്ട പ്രത്യേക ഭക്ഷണവും പഴങ്ങളും ആനകൾക്ക് നൽകുന്നുണ്ട്. വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുക എന്ന ആചാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇത് നടത്തിപ്പോരുന്നത്. 42ാമത് ആനയൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ 15 പിടിയാനകളടക്കം 70ഓളം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ആനയൂട്ട് ഏതായാലും വലിയ കെങ്കേമമായി തന്നെ വടക്കുംനാഥ സന്നിധിയിൽ ഇത്തവണയും നടന്നു എന്നുള്ളത് തന്നെയാണ്. കനത്ത മഴയായിരുന്നു. ഏതായാലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആനപ്രേമികളാണ് ഈ വടക്കുംനാഥ സന്നിധിയിലേക്ക് അതിരാവിലെ മുതൽ തന്നെ എത്തിയത്. രാവിലെ കൃത്യം ഒരു 10 മണിയോടുകൂടെയാണ് ആനയൂട്ട് ആരംഭിച്ചത്. ഈ 42ാമത് ആനയൂട്ടിൽ 65 ആനകളാണ് പങ്കെടുത്തത്. 15 പിടിയാനകൾ ഉൾപ്പെടെയാണ് ചരിത്ര പ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഈ ആനയൂട്ടിൽ പങ്കെടുത്തത്. പുലർച്ചെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. 10 മണിയോടുകൂടെ തന്നെ ആനയൂട്ടിന് തുടക്കമായി. ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടി ആനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീജ നാരായണൻ ആദ്യ ഉരുള നൽകിയാണ് ആനയൂട്ടിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ഒക്കെ ആനയ്ക്ക് നൽകി. ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ഈ ആനയൂട്ട് മരുന്ന് നൽകിയത്. ആനകൾ കടന്നു വരുന്ന വഴികൾ, പടിഞ്ഞാറെ ഗോപുരനട വഴിയാണ് ആനകൾ ഈ വടക്കുംനാഥ സന്നിധിയിലേക്ക് പ്രവേശിച്ചത്. ഈ സന്നിധിയുടെ ഭാഗത്ത് തന്നെ വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെയും സംഘമുണ്ടായിരുന്നു. അവർ പരിശോധിച്ച ശേഷമാണ് ഓരോ ആനകളെയായി ഈ പടിഞ്ഞാറെ ഗോപുര നട വഴി ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിട്ടത്. അതിനുശേഷം ഈ ആനയൂട്ടിന് ശേഷം കിഴക്കേ ഗോപുര നട വഴി ആനകളൊക്കെ ഇപ്പോൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓരോ വാഹനത്തിലായി ഓരോ ലോറികളിൽ കയറി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം തന്നെ പടിഞ്ഞാറെ ഗോപുര നടയുടെ മുന്നിലൊക്കെ ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇത്തവണത്തെ ഈ ആനയൂട്ടിന് വലിയ രീതിയിൽ ആളുകളുടെ തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ഉത്സവ പ്രേമികൾ, ഒരുപാട് ആനപ്രേമികളൊക്കെ തന്നെയാണ് ഈ പൂരനഗരിയിലേക്ക് ആയ തൃശ്ശൂരിലേക്ക് വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തിയത്. ഏതായാലും ഈ ആനയൂട്ട്, വടക്കുംനാഥ സന്നിധിയിലെ ആനയൂട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് മറ്റിടങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് ആനകളെ ഒരേ സമയം കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പൂരപ്പറമ്പിൽ നമ്മൾ നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ഒക്കെ ആയി കുടകളൊക്കെ ആയിട്ടുള്ള ആനകളെയാണ് കാണാറുള്ളത് എങ്കിൽ ഈ ആനയൂട്ടിന് ആ ആനയുടെ കൃത്യമായ ചന്തം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആനകളെ സംബന്ധിച്ചിടത്തോളം വലിയ അവർക്ക് ഈ കർക്കിടക മാസം എന്നുള്ളത് ചികിത്സയുടെ കാലമാണ്. ഈ ചികിത്സയുടെ കാലത്ത് വടക്കുംനാഥൻ്റെ ഒരു പ്രസാദമായി കരുതിക്കൊണ്ടാണ് ഈ ആനയൂട്ടിന് ഈ ആനകൾ പങ്കെടുക്കുന്നതും ആ പ്രസാദം കഴിക്കുന്നതും. ഈ പ്രസാദം കഴിച്ചുകൊണ്ട് ഈ വർഷം തുടങ്ങുകയാണെങ്കിൽ ഒരു വർഷ കാലയളവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആനകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് ഇത്തവണയും വലിയ ഗംഭീരമായി തന്നെ നടന്നത്. ഏതായാലും വിശ്വാസികളൊക്കെ ഈ കർക്കിടക പുലരിയിൽ ഇപ്പോഴും ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. വടക്കുംനാഥനെ വണങ്ങുന്നതിനും ആ ആനകളെയൊക്കെ ചന്തമൊക്കെ ഒന്ന് കാണുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് വിശ്വാസികൾ ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതേസമയം തന്നെ ആനകൾ പലതും ഈ ആനയൂട്ടിലൊക്കെ പങ്കെടുത്ത് അവരുടെ ഓരോ ഭാഗങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും വടക്കുംനാഥന്റെ ശക്തന്റെ തട്ടകത്തിൽ കാണാൻ സാധിക്കും. മഴയെ അവഗണിച്ചുകൊണ്ട് കുട ചൂടിക്കൊണ്ട് ഒരുപക്ഷെ മറ്റൊരു തൃശ്ശൂർ പൂരത്തിനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
എത്രയോ ഭക്തർ, നിരവധിയായ ഭക്തർ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വടക്കുംനാഥനെ വണങ്ങാനും ആനയൂട്ട് കാണാനുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അരുൺ. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ തുടങ്ങിയ ചടങ്ങുകളാണ്. നമ്മളിപ്പോൾ പറഞ്ഞാൽ 15ഓളം പിടിയാനകൾ, അങ്ങനെ 70ഓളം ആനകളാണ് ചരിത്രപ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. ഈ ആനയൂട്ട് പൂർത്തിയാക്കിയ മുറയ്ക്ക് ആനകളെയും കൊണ്ട് മടങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഏകദേശം എത്ര സമയമായിരിക്കും ഇത് നീണ്ടു നിൽക്കുക? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടോ? ലക്ഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആദ്യം ഗണപതി ഹോമത്തോടു കൂടെയാണ് ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. ഗണപതി ഹോമത്തിന് ശേഷം തന്ത്രിയുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിലാണ് അവർ ആനയൂട്ട് ആരംഭിക്കുന്നത്. ആദ്യം മേൽശാന്തിയാണ് ആദ്യ ഉരുള നൽകിക്കൊണ്ട് ആനയൂട്ടിന് തുടക്കം കുറിച്ചത്. ഇപ്പോഴേതായാലും ആനയൂട്ട് ഏറെക്കുറെ പൂർത്തിയായി, ആനകളൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൃത്യം ആ ഒരു 10 മണിയോട് കൂടെ തന്നെയായിരുന്നു ആനയൂട്ട് തുടങ്ങിയത്. ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ ആ കനത്ത മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആനപ്രേമികൾ, ഒരുപാട് വിശ്വാസികൾ അത് കാണുന്നതിന് വേണ്ടിയും ആ ആനച്ചന്തം കാണുന്നതിന് വേണ്ടിയും, ആന ഭക്ഷണം കഴിക്കുമ്പോൾ ആനയ്ക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണോ അതിനേക്കാൾ സന്തോഷമായിരുന്നു ചുറ്റിലും കൂടിയിരുന്ന ആനപ്രേമികൾക്ക് എന്നുള്ളതാണ് ഈ പൂരനഗരിയിൽ കാണാൻ സാധിച്ചത്. തൃശ്ശൂരിൽ നിന്ന് മാത്രമുള്ള ആളുകളല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ആനയൂട്ട് കാണുന്നതിന് വേണ്ടി ഇത്രയും ആനകളെ ഒരുമിച്ച് കാണാനുള്ള ആ ഒരു അവസരം കാത്ത്, അല്ലെങ്കിൽ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിരവധി ഭക്തർ എത്തിച്ചേരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് പുരോഗമിക്കുന്നു. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.